ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എതിർ പ്രാർത്ഥനകൾ, സോളിഷ് പ്രേയേഴ്സ്, വളരെ രസാവഹമാകുന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധാപൂർവം ഇത് കേൾക്കുക. പ്രാർത്ഥനകൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാകുന്നുവല്ലോ. ബൈബിളിൽ നമുക്ക് വിവിധ നിലകളിലുള്ള പ്രാർത്ഥനകൾ കാണുവാൻ കഴിയുന്നു. ദൈവസന്നിധിയിൽ ഒരാൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിക്ക് തൻ്റെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുവാൻ കഴിയും. എന്നാൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ ഇടയിൽ വിചിത്രമാകുന്ന മറ്റൊരു തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. അതിന് എതിർ പ്രാർത്ഥനകളെന്ന് തലക്കെട്ട് കൊടുക്കുവാൻ കഴിയും. അല്ലെങ്കിൽ സോളിഷ് പ്രേയേഴ്സ്, പ്രാണനിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന. മനുഷ്യഹിതപ്രകാരവും മനുഷ്യൻ്റെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലും മനസ്സിൽ നിന്നും ഉയരുന്ന ദൈവഹിതപ്രകാരമല്ലാത്ത പ്രാർത്ഥനകൾക്ക് എതിർ പ്രാർത്ഥനകളെന്നോ സോളിഷ് പ്രേയേഴ്സ് എന്നോ അല്ലെങ്കിൽ പ്രാണനിൽ നിന്നുയരുന്ന പ്രാർത്ഥനകളെന്നോ പേർ കൊടുക്കുവാൻ കഴിയും. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അതിൻ്റെ 1-ാമത്തെ വാക്യവും ശ്രദ്ധിക്കുക. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. ഇത് ശ്രദ്ധിക്കണം. ചില സോളിഷ് പ്രേയേഴ്സിൻ്റെ വേരുകളെന്ന് പറയുന്നത് അസൂയയാകുന്നു. ചില സോളിഷ് പ്രേയേഴ്സിൻ്റെ വേരുകളെന്ന് പറയുന്നത് ക്രൂരമാകുന്ന വിദ്വേഷമാകുന്നു. കൊലപാതകത്തിന് സമാനമാകുന്ന ക്രോധത്തിൽ നിന്നാണ് ചില സോളിഷ് പ്രേയേഴ്സ് ഉയരുന്നത്. മറ്റു ചില സോളിഷ് പ്രേയേഴ്സിൻ്റെ വേരെന്ന് പറയുന്നത് മോഹമാകുന്നു, ലസ്റ്റാകുന്നു. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇങ്ങനൊരു നിർവചനം വേണമെങ്കിൽ സോളിഷ് പ്രേയേഴ്സിനെ കുറിച്ച് പറയുവാൻ കഴിയും. ഇറ്റ് ഈസ് എ പ്രേയർ സ്പോക്കൺ ഫ്രം അവർ മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു പ്രഷർ ദ സ്പിരിറ്റ് ആൻഡ് സോൾ ഓഫ് അനദർ പേഴ്സൺ ടു മൂവ് ടുവേർഡ് അവർ ഡിസൈർഡ് വേ ഓഫ് തിങ്കിങ്. മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെ, മറ്റൊരു പ്രസ്ഥാനത്തെ നമ്മുടെ വേ ഓഫ് തിങ്കിങ്, ഞാൻ ചിന്തിക്കുന്ന ചിന്താരീതികൾക്ക്, ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതികൾക്ക് അനുകൂലമാക്കുവാൻ വേണ്ടി എൻ്റെ പ്രാണനിൽ നിന്നുയരുന്ന, മനസ്സിൽ നിന്നും എൻ്റെ ഇച്ഛാശക്തിയിൽ നിന്നും എൻ്റെ വികാരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പ്രാർത്ഥനയെ എതിർ പ്രാർത്ഥന എന്ന് വിളിക്കുവാൻ കഴിയും. ഒരു സഭയിൽ നടക്കുന്ന ആരാധന നമുക്കിഷ്ടമല്ല, അവരുടെ ആ പ്രസംഗ രീതി നമുക്കിഷ്ടമല്ല. അങ്ങനെ വരുമ്പോൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ആ സഭയെ പുലർത്തണമേ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, എനിക്കങ്ങനെ തോന്നുന്നു, അത് ശരിയല്ല, അവരുടെ പ്രസംഗം ശരിയല്ല, ആ സഭയെ പിളർത്തണമേ, ആ സഭയെ തകർക്കണമേ, ആ സഭയെ ഇവിടെ നിന്ന് ഓടിക്കണമേ. ഇവർ രണ്ടുപേരും ദൈവമക്കളാണ്. അവിടെ ആരാധിക്കുന്ന ആ പ്രിയപ്പെട്ടവരും കർത്താവിനെ ഹൃദയപൂർവ്വം വിശ്വസിച്ച് അവർ ആരാധിക്കുന്നു. അവരുടെ ആരാധന രീതി ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, ഈ സഭയെ തകർക്കണമേ, ഈ സഭയെ ദേശത്തുനിന്ന് ഓടിക്കണമേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉയരുമോ? ഓ യെസ്, നൂറുകണക്കിനുള്ള അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ദൈവസഭയിൽ തന്നെ ഉയരുന്നുണ്ട്. ദൈവമക്കൾക്ക് വിരോധമായി പ്രാർത്ഥിക്കുന്നു. അതിനെ വേണമെങ്കിൽ ഒരു വിച്ച് ക്രാഫ്റ്റിന് തുല്യമാകുന്ന കാര്യമെന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും. അതുമാത്രമല്ല, ചിലരുടെ ഭോഗ ഇച്ഛകളിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ. പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ 3-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കിലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു.
മരണത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെന്ന് പറയാനൊക്കെ ഇല്ല, ഒരു പരാതി പറയുകയാണ്. പരാതി പറയുകയാണെങ്കിൽ പോലും അത് പ്രാർത്ഥനയ്ക്ക് സമാനമല്ലേ? ഇതൊരു എതിർ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഒരു സോളിഷ് പ്രേയേഴ്സിന് സമാനമല്ലേ? നിങ്ങൾ ഈ സംഘത്തെ മുഴുവൻ പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ ഭക്ഷണത്തെ ചൊല്ലി നടത്തുന്ന എതിർ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ എതിർ സംസാരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭക്ഷണത്തെ ചൊല്ലി അവർ നടത്തുന്ന എതിർ പ്രാർത്ഥനകൾ. 17-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ വെള്ളത്തെ ചൊല്ലിയുള്ള എതിർ പ്രാർത്ഥനകൾ കാണുവാൻ കഴിയുന്നു. 17-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പുറുപുറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനെ എന്ന് പറഞ്ഞു. 16-ാം അധ്യായത്തിൽ ഭക്ഷണത്തെ ചൊല്ലി എതിർ പ്രസ്താവനകൾ നടത്തുന്നു. 17-ാമത്തെ അധ്യായത്തിൽ വെള്ളത്തെ ചൊല്ലി എതിർ പ്രസ്താവനകൾ നടത്തുന്നു. ഇവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാനില്ലേ? ഇവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം കൊടുക്കുവാൻ വേണ്ടി ദൈവം എല്ലാ ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ വേണ്ടി, കനാനിലെത്തിക്കുവാൻ വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാനുമായിട്ടാണ് കർത്താവ് ഇവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചത്. എന്നാൽ അവരത് തിരിച്ചറിയാതെ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അത് എതിർ പ്രാർത്ഥനകളായി തീരുകയാണ്. ദൈവത്തിന് ഈ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യരുയർത്തുന്ന ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ദൈവത്തിന് സ്വീകരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ എത്തിച്ചേരുന്നില്ല. അത് കേവലം നിലത്തു വീണ് ഇല്ലാതെയാകുന്നില്ല. ആ പ്രാർത്ഥനകളെ ആരുപയോഗിക്കും? ദൈവഹിതത്തിന് പുറത്തുള്ള മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും, മനുഷ്യൻ്റെ ഹിതത്തിൽ നിന്നും, മനുഷ്യൻ്റെ വികാരത്തിൽ നിന്നും ഉയരുന്ന ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളെ ആരുപയോഗിക്കും? അത് നിലത്ത് വീണ് അപ്രത്യക്ഷമാകുന്നില്ല. പിന്നെ അത് ആരുപയോഗിക്കും? പിശാച് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പിശാചുക്കളുടെ പ്രവൃത്തികളെ സ്വതന്ത്രമാക്കുകയാണ്. ലൂസ് ഡിമോൺസ് ഇൻ ടു ആക്ടിവിറ്റി. വേറെ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മോഷണം നടത്തുന്ന കള്ളന്മാരെ പിടിക്കുവാൻ ചുമതലപ്പെട്ടവർ മോഷണം നടത്തുന്നതിൻ്റെ തുല്യമായി തീരുന്നു. കൊലപാതകം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ, അതിനുവേണ്ടി ചുമതലപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ, അതിൻ്റെ ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവർ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാകുന്നു സോളിഷ് പ്രേയേഴ്സ് എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ പാത സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവപൈതൽ പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ട ഒരു ദൈവപൈതൽ എതിർ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, ദൈവമക്കൾക്ക് വിരോധമായി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസഭകൾക്ക് വിരോധമായി പ്രാർത്ഥിക്കുമ്പോൾ, ഉണർവിന് വിരോധമായി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവദാസന്മാർക്ക് വിരോധമായി പ്രാർത്ഥിക്കുമ്പോൾ അത് എതിർ പ്രാർത്ഥനകളായി തീരുന്നു. ആ എതിർ പ്രാർത്ഥനകളെ ആരാണ് ഉപയോഗിക്കുന്നത്? പൈശാചിക ശക്തികളാണ് എതിർ പ്രാർത്ഥനകളെ ഉപയോഗിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക, വളരെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അധരത്തിൽ നിന്ന് പുറപ്പെടാതിരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനകൾ പുറപ്പെടട്ടെ. അങ്ങനെയുള്ള സോളിൽ നിന്നുള്ള, മനസ്സിൽ നിന്നുള്ള, മനുഷ്യ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥനകൾ പുറപ്പെടാതിരിക്കട്ടെ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പുറപ്പെടാതിരിക്കുവാൻ വേണ്ടി ദൈവകരങ്ങളിൽ മനസ്സുകളെ സൗഖ്യമാക്കുക. അകത്ത് വേദനകളുണ്ടെങ്കിൽ, മുറിവുകളുണ്ടെങ്കിൽ, ആഗ്രഹങ്ങൾ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവയുടെ മേൽ യേശുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക. ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കുക. ഒരു കാരണവശാലും എതിർ പ്രാർത്ഥനകളെ പുറപ്പെടുവിക്കരുത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ, അവിടെ പോകുന്നതിന് മുമ്പ് പത്രോസിൻ്റെ ലേഖനത്തിൽ പോകുകയാണെങ്കിൽ, അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ പോകുകയാണെങ്കിൽ, 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നിലവാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയായിരിക്കണം? ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നമുക്കിഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ചിലരിൽ സംഭവിക്കുന്നു എന്ന് കരുതി
അവരോട് വിദ്വേഷവും വിരോധവും ശത്രുത്വവും പകയും പിണക്കവും വെച്ചുകൊണ്ടിരിക്കാതെ, അവർക്ക് വിരോധമായി പ്രാർത്ഥിക്കാതെ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങൾക്കിഷ്ടമില്ലാത്ത സഭയ്ക്ക് വേണ്ടി, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ദൈവദാസന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാനോ കഷ്ടം വരുവാനോ നഷ്ടം വരുവാനോ അവർ തകരാനോ പിളരാനോ വേണ്ടി പ്രാർത്ഥിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കണം? ശത്രുവിന് നാശം വരുന്ന പ്രാർത്ഥന ഉയർത്തുവാൻ അനുവാദമില്ല. പഴയ നിയമത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാമായിരുന്നു. ശത്രുവിന് നാശം വരുവാൻ വേണ്ടി, അവനെ കൊല്ലണമേ, അവനെ ഇല്ലാതെയാക്കണമേ, അവനെ തകർക്കണമേ, അവനെ പാറമേൽ അടിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അത് ഏറ്റവും വലിയ അനുഗ്രഹം അവർക്കുണ്ടാകുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവർക്ക് നന്മ വരണമേ, അവർക്ക് കർത്താവേ ആമേൻ അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാൻ കൃപ കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ ബ്ലെസ് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ഈ ഭൂമിയിൽ ഇന്നായിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം നന്മ അയക്കുന്നില്ലേ? അവർക്ക് നന്മ കൊടുക്കുന്നില്ലേ? അവർക്ക് ഓക്സിജൻ കൊടുക്കുന്നു, അവർക്ക് തക്ക സമയത്ത് മഴ കൊടുക്കുന്നു, അവർ വിതയ്ക്കുമ്പോൾ നല്ല ഫലം അവർക്ക് കൊടുക്കുന്നു. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം 46-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്തു വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. ഒരു വലിയ മാറ്റം, നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എനിക്കിഷ്ടമുള്ളവരെ മാത്രമേ ഞാൻ വന്ദനം ചൊല്ലുകയുള്ളൂ. എനിക്ക് താല്പര്യമുള്ള എൻ്റെ ഉപദേശം, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾക്കനുസരിച്ച് നിൽക്കുന്നവരെ മാത്രമേ ഞാൻ സ്നേഹിക്കത്തുള്ളൂ. ഞാൻ ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അവർക്ക് വിരോധമായി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ പോലെ അവർ പ്രസംഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ തകർന്നു പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള നിലപാട് മാറ്റുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? 48-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഈ വിരോധവും കയ്പും എതിർ പ്രാർത്ഥനയും എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ വേണ്ടി, സ്വർഗീയ പിതാവിനെ പോലെ ആകുവാൻ വേണ്ടി നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാം. ദൈവമക്കൾക്ക് വിരോധമായി പ്രാർത്ഥിക്കുന്നത് അവസാനിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതത്തിന് പുറത്തും ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് പുറത്തും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ ഭോഗ ഇച്ഛകളിൽ ചിലവിടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉയരരുത്. ഇസ്രായേൽ ജനം ഒരു രാജാവിനെ ചോദിക്കുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ രാജാവിനെ ചോദിക്കുകയാണ്. രാജാവിനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അവർ ദൈവഹിതത്തിൻ്റെ പുറത്തു പോകുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരയണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവർ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട്
അവർക്ക് ലഭിക്കുന്നത് ശൗലിനെയാണ്. അതുമൂലം എന്തോക്കെ വിനാശങ്ങളുണ്ടായി. അവർ കാത്തിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവർക്ക് രാജാവിനെ ദൈവം കൊടുക്കുമായിരുന്നു. ദാവീദിനെയാണ് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഒരു കാലതാമസം ഉണ്ടാകുമായിരുന്നു. ആ ദൈവഹിതപ്രകാരമുള്ള സമയത്തിന് വേണ്ടി അവർ കാത്തിരിക്കാതെ സമയത്തിനു മുന്നമേ ഞങ്ങൾക്ക് രാജാവിനെ തരണമേ എന്നുള്ള ആ പ്രാർത്ഥന ഒരു സോളിഷ് പ്രയറായി തീർന്നു. പ്രാണനിൽ നിന്നുയരുന്ന, മനസ്സിൽ നിന്നുയരുന്നൊരു പ്രാർത്ഥനയായി തീർന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ശൗൽ രാജാവായത്. ദീർഘമാകുന്ന പ്രതിസന്ധികൾ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ശൗൽ രാജകീയ പദവിയിലായിരുന്ന ആ സമയങ്ങളിൽ സംഭവിച്ചത്. ഫിലിസ്തരുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഈ ശൗല് ദാവീദിൻ്റെ പിന്നാലെ പോകുന്നു. ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് നിഷേധാർത്ഥകമാകുന്ന, നെഗറ്റീവാകുന്ന ഫലങ്ങൾ ഉണ്ടാകുന്ന നിലയിലുള്ള ഒരു ഉത്തരമാണ് അവർക്ക് ലഭിച്ചത്. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സമയം മനസ്സിലാക്കുക, ആ സീസൺസിനെയും സമയത്തെയും മനസ്സിലാക്കി ഓരോ കാൽച്ചുവടുകൾ വയ്ക്കുകയാണെങ്കിൽ തക്ക സമയത്ത് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. ദൈവഹിതപ്രകാരം ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവഹിതത്തിൻ്റെ പുറത്തുള്ള പ്രാർത്ഥനകൾ വരുത്തുന്ന ബുദ്ധിമുട്ടുകളെ തിരിച്ചറിഞ്ഞ് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപ്പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വിസ്ഡം സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനകൾ പുറപ്പെടുവിക്കുക. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ദൈവം എന്നെ ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊന്നിച്ച് തന്നെ പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ സഹോദരനെ തകർക്കണമേ, ആ സഭയെ തകർക്കണമേ. ആ ഒരു വലിയ ഉണർവ് യോഗം നടക്കുന്നു, അത് നടത്താതിരിക്കാൻ വേണ്ടി കർത്താവെ പ്രവർത്തിക്കണമേ. എതിർ പ്രാർത്ഥനകൾ ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെടുമോ? ഒരിക്കലുമില്ല. നീതി പൂരിതമാകുന്നൊരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് നീതിപൂരിതമാകുന്ന പ്രാർത്ഥനകളായിരിക്കും. ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനകൾ. ആമേൻ, ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യവും ശ്രദ്ധിക്കുക. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. നാവിനെക്കുറിച്ച് പറയുകയാണ്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു, മനുഷ്യരെ ശപിക്കുന്നു. അങ്ങനെ അരുത്. ചിലർ ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ മനുഷ്യരെ ശപിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവൃത്തികൾ, അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവിടെയെല്ലാം ഡിമോണിക് ആക്ടിവിറ്റീസ് ഉണ്ടാകും, ദുരാത്മാക്കളുടെ പ്രവൃത്തികളുണ്ടാകും. ആ ദുരാത്മാക്കൾ അവിടേക്ക് പ്രവർത്തിക്കുവാൻ പ്രവേശിക്കുകയാണെങ്കിൽ അത് വരുത്തുന്ന കേടുകൾ വ്യത്യസ്തമാകുന്ന കേടുകളായിരിക്കും. മാനസിക സംഘർഷങ്ങളുണ്ടാകും. നിങ്ങൾ ആർക്ക് വിരോധമായി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വിരോധമായി പിശാചുക്കളെ നിങ്ങൾ അഴിച്ചുവിടുകയാണ്. ആ വ്യക്തിക്ക് മാനസിക സംഘർഷങ്ങളുണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് മാനസിക സംഘർഷങ്ങളുണ്ടാകും. സമാധാനം നഷ്ടപ്പെടും. സാമ്പത്തിക മേഖലയിൽ തടസ്സങ്ങളുണ്ടാകും. പുരോഗതികൾ തടസ്സപ്പെടും. എന്തിനേറെ പറയുന്നു, ശാരീരികമായ രോഗങ്ങൾ വരെ വരുവാനുള്ള സാധ്യതയുള്ള ഒരു തെറ്റായ ആയുധമാണ് എതിർപ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. ചിലരുടെ പുരോഗതികൾ തടയപ്പെടുകയാണ്. അവർക്ക് മുന്നേറ്റങ്ങൾ, ദൈവഹിതപ്രകാരം പ്രാപിക്കേണ്ട മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റങ്ങളിൽ അവർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ടൊരു കാരണമാകുവാൻ സാധ്യതയുള്ളത്
എതിർ പ്രാർത്ഥനകളാണ്. അവർക്ക് വിരോധമായിട്ട് ചിലർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനകൾ മുഖാന്തരമായിട്ട് അവരുടെ പുരോഗതികൾ തടയപ്പെടുകയാണ്, സമാധാനം നഷ്ടപ്പെട്ടു പോകുകയാണ്. അവർ റോങ് ഡിസിഷൻസ് എടുക്കുന്നു. ഒരു സഭയ്ക്ക് വിരോധമായി, ഒരു പാസ്റ്റർക്ക് വിരോധമായി നിങ്ങൾ നിരന്തരമായിട്ട് എതിർ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിശാച് ആ പ്രാർത്ഥനകളെ ഉപയോഗിക്കുകയാണെങ്കിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളത്. ആ ദൈവദാസനത് ശ്രദ്ധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കും. പിശാചുക്കളുടെ സ്വാധീനം ആ മേഖലയിലേക്ക് വരികയും പ്രഷറുണ്ടാകും. ശക്തമാകുന്ന സമ്മർദ്ദം തൻ്റെ ആത്മാവിൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. തെറ്റായ തീരുമാനങ്ങളെടുത്ത് അദ്ദേഹം തന്നെ ദൈവഹിതത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങൾ വരും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതേപോലെയുള്ള എതിർ പ്രാർത്ഥനകളുടെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ ദൈവം നൽകിയിരിക്കുന്ന ഈ അത്ഭുത ആയുധമാകുന്ന പ്രാർത്ഥനയെ തെറ്റായിട്ട് ഉപയോഗിക്കാതിരിക്കുക, ഇത് ദൈവസഭയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാകുന്നു. ദൈവം നൽകിയിരിക്കുന്ന, പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രത്യേക പ്രാപ്തിയെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അത്ഭുതകരമാകുന്നൊരു ദൈവ സാന്നിധ്യം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഈ മേഖലകളിൽ മാനസാന്തരപ്പെടേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ മാനസാന്തരത്തിനു വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, വിധേയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ശക്തിയുള്ളതാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ആ വചനം സ്വീകരിക്കുക, ആ വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കുക. വിരോധമായുള്ള സകല പ്രാർത്ഥനകളെയും ഉടച്ചു കളയുക. നിങ്ങൾക്ക് വിരോധമായിട്ടുള്ള പ്രാർത്ഥനകൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകളെ ഉടച്ചു കളയുക. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ അപ്പോസ്തോലനാകുന്ന പത്രോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. മത്തായി 16:16 യേശു ചോദിച്ചു, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട്, ബർ യോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ഇനി കേട്ടോണം. പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്കിടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. കണ്ടോ, ഇവിടെ പത്രോസ് പറയുന്നത് അങ്ങക്ക് അത് സംഭവിക്കരുത് എന്ന് പറയുമ്പോൾ യേശു എന്താണ് ചെയ്യുന്നത്? സാത്താനെ, എന്നെ വിട്ടുപോകും. അവിടെ ഒരു ഡിമോണിക് ആക്ടിവിറ്റി യേശു സംബന്ധിച്ച്, ഓക്കെ, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം, എനിക്കത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു ഡിമോണിക് ആക്ടിവിറ്റി ഉണ്ടാകുവാനും. പത്രോസിൽ അപ്പോൾ വെളിപ്പെടുന്നതൊരു പൈശാചിക സ്വാധീനം തന്നെയാണ്. പൈശാചിക സ്വാധീനത്തിൽ നിന്നാണ്, പ്രാണനിൽ നിന്ന് ആ പ്രാർത്ഥന ഉയരുന്നത്. പത്രോസ് പറയുന്ന ആ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പത്രോസിൻ്റെ മനസ്സിൽ നിന്നും വികാരങ്ങളിൽ നിന്നും പത്രോസിൻ്റെ സ്വയ ഇച്ഛകളിൽ നിന്നുമാണ് അത് പുറപ്പെടുന്നത്. അത് പ്രാണനിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനയാണ്. സോളിഷ് പ്രേയർ ആകുന്നു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളിഷ് പ്രേയർ, എതിർ പ്രാർത്ഥന, അത്തരത്തിലുള്ളൊരു എതിർ പ്രാർത്ഥനയാണ്. ദൈവഹിതത്തിന് വിരോധമായുള്ളൊരു എതിർ പ്രാർത്ഥനയാണ് പത്രോസ് ഉയർത്തുന്ന പ്രാർത്ഥന. അവിടെ ഉടൻ തന്നെ യേശു, സാത്താനെ, എന്നെ വിട്ടുപോ, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്.
ഇത് കൃത്യമായിട്ട് സോളിഷ് പ്രേയേഴ്സിനൊരു ഉദാഹരണമാണ് പത്രോസ് നടത്തിയ പ്രാർത്ഥന. ഈ നിലകളിലുള്ള എതിർ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും സ്വതന്ത്രമാകാം. ആമേൻ. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. വളരെ സൂക്ഷ്മതയോടുകൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം, ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം നമുക്ക് ജീവിക്കുവാൻ അവസരം ലഭിക്കുന്നുള്ളൂ. അതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ പ്രാർത്ഥന ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയാകട്ടെ. ദൈവഹിതത്തിന് പുറത്തുള്ള പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ. എതിർ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം പ്രാപിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ക്ലെൻസിങ് കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും കർത്താവ് ശുദ്ധീകരിക്കണമേ. ആത്മാവിലും പ്രാണനിലും ശരീരത്തിലുമുള്ള കന്മഷങ്ങളെ നീക്കി കർത്താവെ ഞങ്ങളെ വെളിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സുരാവകേശൊക്കെ ബുറോവാത്തകൽ മനസ്സുഖാർത്ഥവനിലിയാത്തകർ ബോജുനത്തകല്ല രാജുല രഗാഷാക്കർ മോനോ വലിയ അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. തൃകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നവരിലാരെങ്കിലും ശാരീരിക രോഗം അനുഭവിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അവരെ സ്പർശിക്കണമേ, ശരീരങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധകൾ അവരെ വിട്ടുപോകട്ടെ. ശാരീരിക രോഗബാധകൾ അവരെ വിട്ടുപോകട്ടെ. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരുടെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഈ സന്ദർഭത്തിൽ തന്നെ സാമ്പത്തികമാകുന്ന ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവരെ ഉദ്ധരിക്കണം കർത്താവേ. അവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Amen. Hallelujah. Thank you, Lord Jesus. Hallelujah. We give you glory, honor and praise. Thank you, Lord Jesus. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Hallelujah. Glory to Jesus. Hallelujah. Amen. Hallelujah. Amen. ഈ ശബ്ദം കേൾക്കുവാൻ, ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.